വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താൻ കുങ്കിയാനകളും വനപാലകർ വിക്രമവുമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. കോന്നി സുരേന്ദ്രനും അല്പസമയത്തിനകം സ്ഥലത്തെത്തും. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, കടുവയെ കൊടുക്കുവാൻ മയക്കുവെടി വയ്ക്കാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നു. അതിൻ്റെ പ്രാഥമിക ഘട്ടമെന്ന രീതിയിൽ കുങ്കിയാനകളെയും എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ കോന്നി സുരേന്ദ്രൻ എപ്പോഴാണ് എത്തുന്നത്? ഏകദേശം രാവിലെ 8:30 മുതലാണ് ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുവ അവിടെയുള്ള സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട്, കടുവ എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് വനത്തിനുള്ളിലാണോ എന്നുള്ളതിൽ ഇതുവരെ തിരിച്ചപ്പെടുത്തിയിട്ടില്ല. ചെറിയ ഒരു കടുവയുള്ള ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള DFO അടക്കമുള്ളവർ പറയുന്നത്. വനത്തിനോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ആ കടുവ ഇനിയും വനത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുമോ, ഉൾവനത്തിലേക്ക് പോകുമോ, തിരിച്ചു വരുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളത്. എന്തിനാ തന്നെയും ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അല്പസമയം മുമ്പാണ് വിക്രം, അതായത് കുങ്കിയാനകളായ വിക്രം ഇവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനും കോന്നി സുരേന്ദ്രനും അല്പസമയത്തിന് ഇവിടെ എത്തുന്നതെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് ആനകളും പ്രബലമായിട്ടുള്ള ആനകൾ തന്നെയാണ്. ഇതിനു മുമ്പും നിരവധി റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള കടുവ അല്ലെങ്കിൽ മറ്റു ജീവികളെ പിടികൂടുന്നതിലടക്കം ഫോറസ്റ്റിനെ സഹായിച്ചിട്ടുള്ള രണ്ട് കുങ്കിയാനകളാണ് കോന്നി സുരേന്ദ്രനും അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഈ പുൽപ്പള്ളി പ്രദേശത്താകെ നടത്തുന്നത്. അമരക്കുനി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുന്നത്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവ കൂടിൽ അകപ്പെടുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുമെന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അതായത് ഇന്ന് രാവിലെ കിട്ടിയില്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഈ കൂട്ടിൽ അകപ്പെടുവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കടുവ കുറച്ച് അവശനാണ്, കാലിന് പരിക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഡോസിലല്ല ഈ ഒരു മയക്കുമരുന്ന് വെടിവെക്കുമ്പോൾ മയക്കുമരുന്ന് അകത്ത് ചെല്ലുന്നതെങ്കിൽ അത് ജീവഹാനി വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു ആനയെ പിടികൂടാൻ നിന്നപ്പോൾ മാനന്തവാടിയിൽ നിന്നും പിടികൂടിയപ്പോൾ ആ ഒരു സമയത്ത് തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ ആ ഒരു സമയത്ത് പിടികൂടിയപ്പോൾ ഇത്തരത്തിൽ ആന ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കണ്ണൂരിൽ നിന്നും ഇത്തരത്തിൽ പിടികൂടുമ്പോൾ ഒരു പുലി ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനി ഈ കടുവയെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കണം മയക്കുവെടി വെച്ച് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. മാത്രമല്ല ഇതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് വയനാട് ഈ ഒരു സ്ഥലത്ത് ഉള്ള കടുവയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ലിസ്റ്റിൽ ഈ കടുവ ഉൾപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും മറ്റ് അതിർത്തി കടന്ന് ബന്ദിപ്പൂരിൽ നിന്നോ എത്തുന്ന ഒരു കടുവയാകാനാണ് സാധ്യത എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടിയതിനു ശേഷം ശുശ്രൂഷിച്ചതിനു ശേഷം വീണ്ടും ഉൾവനത്തിൽ വിടാനാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയ കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം. അമരക്കുനിയിൽ വനപാലകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കടുവയെ കണ്ടെത്തുവാൻ വേണ്ടി കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും നിരീക്ഷണത്തിൽ തന്നെയാണ് വനപാലകർ അമരക്കുനിയിലുള്ളത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അർജുൻ PS.